നമസ്കാരം. അതുപോലെ നമ്മുടെ ഈ പല പേഷ്യൻസും ചോദിക്കുന്നൊരു കോമൺ ചോദ്യം, ഡോക്ടറെ എത്ര വെള്ളം കുടിക്കണം ഒരു ദിവസം? പലപ്പോഴും ആർത്രൈറ്റിസ് ഉള്ളവർക്ക്, അത് എസ്പെഷ്യലി മുട്ടിനൊക്കെ നല്ല വേദന ഉണ്ടെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ അവർക്ക് ബുദ്ധിമുട്ട് കാണും, അവിടെ നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കും. കാരണം എല്ലാ പ്രാവശ്യം ടോയ്ലറ്റിൽ പോകണമെങ്കിൽ കുറച്ച് നടക്കണമല്ലോ. അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് ക്ഷീണം വരും, രണ്ട് യൂറിൻ നമ്മൾ കറക്റ്റായിട്ട് കുടിച്ചില്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് പോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെയുള്ള പല പ്രശ്നങ്ങളും വരാം. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് കുടിക്കുന്ന വെള്ളമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഒരു വലിയ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ അത് കുടിച്ചില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. അത് കറക്റ്റായിട്ട് നമ്മൾ കുടിക്കണം, അതാണ് വേറൊരു കാര്യം. കറക്റ്റ് വെച്ചാൽ ഇത്ര ml കുടിക്കണം എന്നല്ല ഉദ്ദേശം. നമ്മൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക്, ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു 50-60 കിലോ വെയിറ്റുള്ള ഒരാൾക്ക് ഒരു 2 മുതൽ 3 ലിറ്റർ വെള്ളമാണ് യൂഷ്വലി ആവശ്യമുണ്ട്. അത് 30 ml/kg എന്നാണ് പറയുന്നത് ഒരു ദിവസം. 30 to 35 ml/kg, കിലോഗ്രാം. ഒരു കിലോഗ്രാമിന് ഒരു 30-35 ml വരെ വെള്ളം നമ്മൾ കുടിക്കണം ഒരു ദിവസം മസ്റ്റായിട്ട്. പക്ഷേ അതൊരു ജനറൽ ഗൈഡ് ലൈനാണ്. അപ്പോൾ ഒരു 35 ml എന്ന് പറഞ്ഞാൽ നമുക്ക് 60 വയസ്സുള്ള ഒരാൾക്ക് 1800 മുതൽ 2000 മില്ലിഗ്രാം 2000 ml വരെ വെള്ളം കുടിക്കണം. അതിപ്പോൾ കുറച്ചുകൂടി തടിച്ച ഒരാളാണ്, ഒരു 100 കിലോ ഒക്കെ വെയിറ്റ്, 100 കിലോ വെയിറ്റുള്ള ഒരാളാണെങ്കിൽ അവർ യൂഷ്വലി ഒരു 3 ലിറ്റർ വെള്ളം വരെയെങ്കിലും കുടിക്കണം. പക്ഷേ ഇതൊക്കെ ഒരു ജനറൽ റൂളാണ്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കേണ്ട, കാരണം ഞാൻ കുറേ സംസാരിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമുക്ക് ദാഹം വരും. മാത്രമല്ല ഓരോ പ്രാവശ്യം കുറേ സംസാരിക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള ചാൻസുമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒരു 3.5-4 ലിറ്റർ വരെ കുടിക്കാറുണ്ട് ഒരു ദിവസം. അതേസമയം നമ്മൾ ചൂടത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ, ഭയങ്കരമായ ചൂട് പുറത്തുണ്ട്, ചൂടത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ സ്വെറ്റ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. അവർ കണ്ടമാനം കളിക്കുന്നു, അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യുന്നു, നമ്മുടെ ഡ്രൈ വെതറിലാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ഡെഫിനറ്റ്ലി ഒരു 2.5-3 ലിറ്റർ, 3 എന്നത് ചിലപ്പോൾ 4 ലിറ്റർ ഒക്കെ കുടിക്കേണ്ടി വരാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ബോഡി എന്താണ് പറയുന്നത് നോക്കുക. ഒന്നാമത്തത്, നമ്മൾ സാധാരണ മൂത്രം ഒഴിക്കുമ്പോൾ നമ്മുടെ യൂറിൻ്റെ കളർ ഇത് നല്ലൊരു മാർക്കറാണ്. ഒരു ഭയങ്കര കട്ടിയുള്ള യൂറിനാണെങ്കിൽ ചുമന്നിരിക്കും, കടുത്ത മഞ്ഞ നിറത്തിലുള്ള യൂറിനാണെങ്കിൽ അടുത്ത് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണം. അതേസമയം വളരെ ക്ലിയർ ആയിട്ടാണ് യൂറിൻ പോകുന്നത്, അത് വളരെ കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കണം. അത്രയും വെള്ളത്തിന് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഒരു ഇളം മഞ്ഞ നിറത്തിലാണ് യൂറിനെങ്കിൽ പോകുന്നതെങ്കിൽ അതാണ് കറക്റ്റായിട്ടുള്ള നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ ഇൻടേക്ക്. അതൊരു കുറച്ച് വെള്ളം വളരെയധികം കുറച്ച് കൂടുതൽ കുടിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ വളരെ കൂടി കഴിഞ്ഞാലും അതും വീണ്ടും സോഡിയം കുറയാൻ നമുക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മൾ ദാഹത്തിനനുസരിച്ച് വേണം വെള്ളം കുടിക്കാൻ. കാരണം നമ്മുടെ ശരീരത്തിൽ അതിനുള്ള സിഗ്നൽസ് ഉണ്ട്. ആ സിഗ്നൽസ് വളരെ കൃത്യമായിട്ട് നമ്മുടെ ചുണ്ടുണങ്ങുന്നു, ഒരു ദാഹം വരുന്നുവെങ്കിൽ, തേഴ്സ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വാട്ടർ ഇൻടേക്ക് ശരിയാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അത് വേറൊരു സിഗ്നലാണ്. അപ്പോൾ യൂറിൻ്റെ കളറ്, ദാഹം എത്ര ഉണ്ടാകും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം നമുക്ക് കുടിക്കണം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ സാധാരണ ഒരാൾക്കൊരു റൂൾ ഓഫ് തമ്പ് എടുക്കുകയാണെങ്കിൽ 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പോകാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്താണെങ്കിലും അധികമായാലും അമൃതം വിഷം പോലെ കണ്ടമാനം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാലും അത്ര നല്ലതല്ല. കാരണം അത് സോഡിയം കുറയാനും ശരീരത്തിനെ അത് ഓവർലോഡ് ആകാനും മാത്രമല്ല കണ്ടമാനം നമ്മൾ ടോയ്ലറ്റിൽ പോയിരിക്കേണ്ടി വരും. അതുകൊണ്ട് അത് മാത്രമല്ല, അത്രയും വെള്ളം കുടിച്ചുകൊണ്ട് അഡീഷണൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടാനുമില്ല.